കുളിക്കാൻ പഠിക്കാൻ പോയ സമയത്ത് രാഹുൽ ചേട്ടനെന്ന് പറഞ്ഞ ചേട്ടൻ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ ടെറസിലാട്ടോ ഇരിക്കുന്നത്. സൗണ്ടിൻ്റെ ഇത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല, കാരണം ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എങ്ങനെയാ ഇപ്പോൾ ഒരു 5:05 ആയിട്ടുണ്ട് കേട്ടോ. ഉറക്കമായിട്ട് ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇനി കുളിക്കാത്തതുകൊണ്ട് ഇപ്പം അമ്മ താഴെ കിടന്ന് അലയ്ക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഞാൻ രാത്രിയാണ് കുളിക്കുന്നത്. അപ്പോൾ രാത്രി കുളിക്കണമെന്ന് തന്നെ അമ്മ താഴെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് മാവ് വെട്ടി കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാവ് വെട്ടി. അപ്പോൾ കാണിച്ചു തരാം. മാവൊക്കെ വെട്ടിയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരുപാട് എല്ലാ മരങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് മാവിൻ്റെ ശാഖകളൊക്കെ കിടക്കുക. ഭയങ്കര ഇവിടെ. അപ്പോൾ ഇനി കുളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു. ഗൈസ്, ഇനി കുളിച്ചിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉച്ച വരെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു. ചാറ്റൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. പക്ഷെ അത് പോയില്ല. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് മഴ ഉണ്ടായിട്ട് പിന്നെ വെയിലാട്ടോ വന്നത്. അതുകൊണ്ട് ഒരുപാട് തുണികളൊക്കെ ഉണക്കായിട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു കയറി വെക്കാം. പിന്നെ എന്താ പറയുക, ഇത് നല്ല കാലാവസ്ഥയാണ്. കാരണം ഇവിടെ മരമൊക്കെ മുറിച്ചത് കൊണ്ട് നല്ല വെയിലുണ്ട് ഇപ്പം. അപ്പോൾ ഗൈസ്, കുളിച്ച് വന്നപ്പോൾ തന്നെ പൊന്നു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ തോളി കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് പൊന്നു എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ദോശ കേട്ടോ. നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ ഏട്ടൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടനും ഉണ്ണിച്ചേട്ടനും ഒക്കെ പോകാൻ ഇറങ്ങി. ഏട്ടൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകണത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ കൊണ്ടാക്കിയിട്ട് നേരെ ഏട്ടൻ വരും വണ്ടിയും കൊണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ പോകും കേട്ടോ. അപ്പോൾ പോണതിൻ്റെ ഇടയിൽ പൊന്നു അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മുറ്റത്ത് നിന്ന് ഏട്ടൻ പോണത്. ഏട്ടന് ടാറ്റ കൊടുക്കാൻ വേണ്ടി ആൾ നിൽക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ കൊടുത്ത് രാത്രി വീഡിയോസ് കൂടുതൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേ പ്രത്യേകിച്ചൊന്നുമില്ല. ഏട്ടനും എല്ലാവരും വന്നു ഫുഡ് കഴിച്ചു കിടന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ കൂടുതൽ എടുക്കാൻ. ഏട്ടൻ്റെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അതുകൊണ്ടൊക്കെയാണ് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പം എല്ലാവരും പോയി കേട്ടോ. ഏട്ടനും എല്ലാവരും കടയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ നല്ല മഴ കറുത്തിരണ്ട് വരെയാണ്. ഇന്നലെ രാത്രി എന്തോ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല നനവുണ്ട്. അപ്പോൾ ഇന്നലെ അപ്പോൾ നല്ല കറുത്ത് ഇറക്കിയാണ് കാണിച്ചത്. ങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടേബിൾ മേറ്റ് ഇതിൻ്റെ അകത്താട്ടോ, ഈ മുറിക്കകത്ത് പോയി കാണിച്ചു തരാം. അപ്പം ഇതിന് താക്കോൽ എവിടെയാണെന്ന് കൂടെ എനിക്കറിയില്ല. നോക്കട്ടെ ലൈറ്റിട്ട്. താക്കോൽ കിട്ടി ഗൈസ്, താക്കോൽ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്താട്ടോ ടേബിൾ മാറ്റ് ചെയ്യുന്ന. മുറിക്കകത്ത് ഇത്ര സ്ഥലമൊന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ ടേബിൾ മാറ്റൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കണം. ഇത് വന്യമയ്ക്കുള്ള മുറിയാട്ടോ. ടേബിൾ മാറ്റ് അതായിരിക്കും. ടേബിൾ മാറ്റിൻ്റെ പുറത്ത് ടേബിൾ മാറ്റ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു 6-ിലൊക്കെ പഠിച്ച സമയത്ത് ഈ നാപ്റ്റൂൾ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ച സാധനമാണ്. പക്ഷെ അത് നല്ല ഇല്ലാതായി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു തുണി വിരിച്ചിട്ടാണ് ഇരുന്ന് പഠിക്കണത്. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ അനിയത്തിക്കും ഒന്ന് എനിക്കുമായിട്ട് വാങ്ങിച്ചു. അപ്പം ഞാൻ ഇന്ന് ഒരു ദിവസം വീട്ടിൽ പോയ സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടി ടേബിൾ മാറ്റ് എടുത്തുകൊണ്ടിരുന്നു. ഇവിടുത്തെ ടേബിൾ ഏട്ടൻ കടയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
ഞാൻ ഈ ടേബിൾ അങ്ങനെ എടുത്തോണ്ട് വന്നു. ഇപ്പൊ ഞാനും പൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടില്. എല്ലാവരും ജോലിക്ക് പോയി. അപ്പോൾ പഠിക്കായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇനി കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം, കാരണം എക്സാം ആയതുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിക്ക് കണ്ണാടി ഉണ്ട് കേട്ടോ. ഇതിൽ കണ്ണാടി ഉണ്ട്. കാര്യം എന്തെന്നാ, പണ്ട് അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ട്യൂഷൻ പഠിക്കാൻ പോയ സമയത്ത് രാഹുൽ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ്, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീകുലം ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പഠിക്കാൻ നമ്മൾ തലയിൽ കയറും. നമ്മൾ റിവിഷൻ ചോദിക്കുമ്പോൾ സാറിൻ്റെ നമ്മൾ പറയുന്ന ചേട്ടാ നമുക്ക് തലയിൽ കയറില്ല, നമുക്ക് കയറണില്ല എന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പോഴാ ചേട്ടൻ പറഞ്ഞ ഐഡിയയാണ്, നിങ്ങൾ കണ്ണാടി നോക്കി പഠി, അല്ലെങ്കിൽ ആരെയും പഠിപ്പിക്കുമ്പോലെയോ നമ്മൾ ആരെങ്കിലും കുട്ടികളെ വെച്ച് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണാടി നോക്കി പഠിക്കാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കണ്ണാടി നോക്കി പഠിക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ വെച്ച് കണ്ണാടി നോക്കി പഠിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ മാമൻ എല്ലാവരും കൂടെ മുറിയുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ കണ്ണാടി വാതോരത്ത എനിക്ക് പ്രാന്താണോ എന്ന് വരെ അവർ ചോദിച്ചിട്ടുണ്ട്. കാര്യം അങ്ങനെ കേട്ടോ പഠിക്കണത്. അപ്പോൾ കണ്ണാടി നോക്കി ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആരുമില്ല, അത് എല്ലാവരും ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് കണ്ണാടി നോക്കി പഠിക്കാൻ വിഷയമില്ല. പക്ഷേ അത് ഏട്ടൻ എല്ലാം കാണുകയാണെങ്കിൽ ഏട്ടൻ ചോദിക്കും എൻ്റെ അടുത്ത്, നിനക്ക് ഭ്രാന്തമെല്ലാം ഉണ്ടോ, ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പക്ഷെ ഒരു കാര്യം, കണ്ണാടി നോക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തലയിരിക്കും കേട്ടോ. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഒരുപാട് പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. കണ്ണാടി നോക്കി പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിക്കും പോലെ പഠിച്ചാലും സൂപ്പർ എഫക്റ്റീവാണ്. അതുപോലെ കണ്ണാടി നോക്കി നമ്മളെ മുഖത്തോട് തന്നെ നമ്മൾ സംസാരിച്ചാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ് കേട്ടോ. ചിലർക്ക് പൊട്ടത്തരായിട്ട് തോന്നും, എന്നാലും സത്യം ഒരു സൂപ്പർ എഫക്റ്റീവാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് പേര് കാണുന്നുണ്ട്, വീഡിയോ കണ്ടു, പക്ഷെ ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇടുന്ന കമൻറ്റ് വായിക്കാൻ കൂടെ ഒരു സന്തോഷമാണ്. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. അപ്പോൾ ഓക്കെ, ബൈ. ഇനിയും വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.